വീട്ടിൽ കറണ്ട് പോയി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഇപ്പോ ഫിഷിങ്ങിന് ഇറങ്ങാൻ പറ്റണില്ല കേട്ടോ. കാരണം നമ്മൾ പോണ സ്ഥലത്ത് നല്ല രീതിക്ക് വെള്ളം നിറഞ്ഞെടുക്കുക. ഇനിയിപ്പോ കുറച്ച് മഴക്കൊന്ന് കുറഞ്ഞിട്ടാണ് സെറ്റ് ആവുള്ളൂ. പക്ഷെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊന്നല്ല കേട്ടോ. നമ്മൾ ഈ ഗുരുവായൂര് അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ നിന്ന് തൃശ്ശൂർക്ക് പോണവർക്ക് എളുപ്പ വഴി. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അറിയാം നിങ്ങൾക്ക്. തൃശ്ശൂർ റോഡൊക്കെ പണി ചെയ്യണോണ്ട് ഫുള്ള് അലമ്പായിട്ട് എടുക്കുക. നല്ല കട്ടറും അതും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും മാതിരി അവസ്ഥയാണ്. അപ്പൊ നമ്മള് വേറെ വഴി കൂടെ എന്നിട്ട് പോകണം. അപ്പൊ ഗുരുവായൂർ സൈഡിൽ നിന്നൊക്കെ പോണവർക്കാണെങ്കിൽ ഞാനൊരു എളുപ്പ വഴിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ. നമ്മുടെ വീട് പിന്നെ മെയിൻ റോഡിന്റെ കുറച്ചും കൂടെ കേറിയിട്ടാണ് കേട്ടോ. എത്രത്തോളം വ്യൂസ് കാഴ്ച കിട്ടുന്നുണ്ട് എന്ന് അറിയുന്നില്ല കേട്ടോ. കാരണം നമുക്ക് മഴ ഉള്ളത് കൊണ്ട് ഫുള്ള് നമ്മൾ മൂടി കെട്ടി പോവാ. പിന്നെ നമ്മൾ നോർമലി പോകുന്നത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടാ. പക്ഷെ അതിൽ ചാർജ് ഇല്ല. 2 ദിവസമായി വീട്ടിൽ കറണ്ട് പോയിട്ട്. പിന്നെ ഇവിടുന്ന് ഇത് ചേരി വടക്കാഞ്ചേരി ഒക്കെ പോകുന്ന റോഡാണ് കേട്ടോ. നമ്മളിന്ന് ഷോപ്പിക്ക് പോവാൻ വളരെ ലേറ്റ് ആയിട്ടുണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയത്. ചിലക്ക് എത്രത്തോളം ക്ലിയറിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. പക്ഷെ എന്നാലും നമ്മള് ട്രൈ ചെയ്യും. ഒരു പയ്യൻ നമ്മളെ നോക്കി നിൽക്കണ്ടായിരുന്നു കേട്ടാ. ഇവിടുന്നില്ലേ, ലെഫ്റ്റ് സൈഡ് ആണ് കേച്ചേരി, റൈറ്റ് സൈഡ്. ഈ സൈഡ് വടക്കാഞ്ചേരി പോണ റോഡാണ് കേട്ടോ. അപ്പൊ ഈ ഗുരുവായൂർ പോണ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മള് ഇപ്പൊ വണ്ടി ഓടിക്കുന്ന നേരെ ഓപ്പോസിറ്റ് നിന്നാണ് അതില്ല. ഇന്നെന്താ കുറച്ച് മഴ കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സമയത്തൊക്കെ നല്ല മഴ ഉള്ള സമയമാണ്. വേലൂര് എന്ന് പറയട്ടാ. വേലൂര് ഞാൻ പോണ വഴി എന്ന് പറഞ്ഞാല് നല്ല ഫുള്ളിട്ട് ഇറങ്ങി കഴിഞ്ഞ വഴിയാണ് കേട്ടോ. ഇത് അലമ്പോ കാര്യങ്ങളോ ഇല്ല. ചെറിയ ബ്ലോക്ക് കിട്ടിയാൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ ഇവിടുന്ന് പോണ സമയത്ത് കേട്ടോ. ബുള്ളറ്റില് പോണ സമയത്ത് നമ്മള് അറ്റത്തിന്റെ ഏതായാലും വണ്ടിയൊക്കെ ബ്രേക്ക് ഇട്ട് ഇവിടെ തന്നെ ചവിട്ടണം കേട്ടോ. അല്ലെങ്കിൽ പോയിട്ട് അലക്കും. 100% ഉറപ്പാ. കാരണം വണ്ടി വെയിറ്റ് ഉള്ളതുകൊണ്ട് നിക്കില്ല വണ്ടി. ഡിസ്ക് ഒന്നല്ല. പിന്നെ നമ്മൾ ഓലയും കൊണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു 3 ദിവസം മുന്നേ തന്നെ നമ്മളിതുപോലെ ജോലി സ്ഥലത്ത് പോയോണ്ടിരിക്കുക സമയത്ത് പെട്ടെന്ന് ഫ്രണ്ടിൽ വണ്ടി കഴിയുമ്പോൾ ബ്രേക്ക് ഇട്ടതാ.
മൂക്കുത്തി വീഴാഞ്ഞത് ഭാഗ്യാട്ടാ. ഇറങ്ങി പോയി ഞാൻ വീഴണൂന്ന് വിചാരിച്ചതാ. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മള് വീണില്ല. ഇപ്പൊ ഇത് കാണുന്നത് നേരെ കാണാൻ ഈ പള്ളി ഉണ്ടല്ലോ, ഇത് ബ്രാർണോസ് പാതിരിയുടെ വളവ് എന്നാട്ടാ പറയാ. കുറെ ചരിത്രങ്ങള് പറയാനുണ്ട് ഈ സൈഡില്. പക്ഷെ ഈ ചരിത്രം ഒന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് നമ്മള് നേരെ പോവാ. വേലൂർ പള്ളിയിട്ടാ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഭാഗത്ത് ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ വന്നിരുന്നു. പിന്നെ കുറെ ആൾക്കാര് നമ്മള് പോണ സമയത്ത് നമ്മുടെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. ഇത് വേലൂര് ചുങ്കെന്നൊക്കെ പറയൂട്ട. ഇവിടുന്ന് ഈ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, ഈ ബൈക്ക് വന്ന് വഴിയുണ്ടല്ലോ, വഴി പോവാണെങ്കിൽ ഏതാ കൊടിയേരി മല, അങ്ങനെയൊക്കെ മലയ്ക്കൊക്കെ പോവാം. എന്തോ ഭാഗ്യത്തില് മഴ ഇല്ലാട്ടാ. ഈ സമയത്തൊക്കെ മഴ പെയ്ത് സീനായനാടാ. ഈ ഭാഗം നമ്മൾ കെയർ ചെയ്തെടുക്കണം. റൈറ്റ് സൈഡിലൊക്കെ നല്ല രീതിയിൽ വണ്ടി കട്ട് ചെയ്ത് വരും. ഞാൻ പിന്നെ ഫുൾ ടൈം നമ്മുടെ EV എടുക്കാറുള്ളൂ. കണ്ട വണ്ടി നമ്മൾ പിടിച്ചോണ്ട് നിൽക്കില്ല. പക്ഷെ എന്റെ കയ്യില് മുന്നേ ഈ R1 ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. R1 ഒക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം എടുത്തിട്ട് തന്നെ ഓടിക്കുക. കാരണം നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കും. ഷോ പെണ്ണുങ്ങളായതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഇടാതിരിക്കുന്നു. പെട്ടെന്ന് ഫ്രണ്ട് ചാടി ബ്രേക്ക് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ആരായാലും പോയി ഇടിക്കുന്നു. ഇത് കുറ്റം നമുക്ക് തന്നെയോ. ഇനിയിപ്പൊ ഞാൻ തിരിഞ്ഞത് നമ്മൾ സംസാരത്തിന്റെ അത് വിട്ടുപോയി. ഇപ്പൊ തിരിഞ്ഞ റൈറ്റ് തിരിഞ്ഞത് മെഡിക്കൽ കോളേജ് കുണ്ടത്തിക്കോട് എന്ന് പറയണ്ട, കുണ്ടത്തിക്കോട് വഴിയാണ്. അപ്പൊ ഇതെന്തായാലും യൂസ്ഫുൾ ആവൂട്ട ഈ ഒരു വഴി. എല്ലാരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളല്ലാടാ ക്യാമറ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നോക്കൊന്നുമില്ല. പിന്നെ ഈ വഴി നല്ല റോഡാണ്, പക്ഷെ ഉണ്ടാവും ചെറിയ റോഡാണ്. ഒരു ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കഷ്ടിച്ചിട്ട് വേണം പോവാൻ. ബൈക്കിലെ യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാ. ഇന്നെന്തായാലും എനിക്ക് ചീത്തയായിരിക്കും. നമ്മള് ഇന്നത്തെ വീഡിയോ ചെയ്യണ്ടേ, നമ്മള് ഡ്യൂട്ടിക്ക് പോകും ചെയ്യാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ വെയിലുണ്ട് കേട്ടോ കുറച്ച്. ഇയാളെന്തിട്ട് കാല് പൊക്കി കിടക്കുന്നത്. ഈ വഴിക്ക് പോയി കഴിഞ്ഞാല് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോവാട്ടോ. മെഡിക്കൽ കോളേജ് അതുപോലെ അത്താണി, ഈ വഴിക്കൊക്കെ പോവാൻ സുഖ. ഇപ്പൊ ഇവിടുന്ന് നേരെ ഈ ഒരു ബോർഡ് കണ്ടില്ലേ വൈറ്റ്, ആ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിക്ക് വേറെ ഷോർട്ട് കട്ടാണ്. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം വളവും തിരിവാട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ റോഡ് അടിപൊളിയാണ്, നമുക്ക് ചവിട്ടി കയറാൻ തോന്നും. പക്ഷെ വളവും തിരിവ് ഇവിടുന്ന് കഴിയണ വരെ കുറച്ച് കയർ ചെയ്യണം.
ഇവിടുന്ന് ഈ വഴിയൊക്കെ ഈ ഒരു സ്പീഡിൽ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡെയിലി പോണ വഴി ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് സ്പീഡൊന്നും ഇല്ല, നമുക്ക് ചവിട്ടിയാൽ കിട്ടണൊക്കെ ഉണ്ടാവും. അവിടുന്ന് ചവിട്ടിയാൽ തന്നെ നമ്മളിപ്പോ ഇവിടെ ചവിട്ടും. അല്ലെങ്കിൽ അതിപ്പോ നമ്മൾ ഏത് ബൈക്കായാലും അങ്ങനെ തന്നെയുള്ളൂ, സേഫ് ഡ്രൈവിംഗ് ആണ്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് വൾഗറായിട്ടൊന്നും ഓടിക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, നമ്മളൊരു എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും അതിന്റെ ഇടയിൽ കുത്തിക്ക് വെച്ചിട്ട്, അത് നമ്മുടെ ഓരോ പ്രായത്തിന്റെയാണ് കേട്ടോ. ഇവിടുന്ന് നേരെ പോയാലും മെഡിക്കൽ കോളേജിലേക്ക് എത്തും കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും മെഡിക്കൽ കോളേജിലേക്ക് എത്തും. അവിടുന്ന് കറങ്ങി തിരിയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നല്ല വഴി കൂടെ പോവാം. കിലോ 100 അയ്യോ നല്ല കാറ്റ്. ഇപ്പൊ ഇവിടുന്ന് നമ്മളെത്തിയിട്ടുള്ളത് ഇവിടുന്ന് ഈ ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇടുന്നില്ലേ, ഈ സൈഡ് മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അത്താണി തൃശ്ശൂർ പോകണ വഴി. ഇവിടുന്ന് ലെഫ്റ്റ് റോഡ് അടിപൊളി കേട്ടോ. റൈസിൽ കഴിഞ്ഞ പോയിട്ട് എന്റെ കൂടെ പഠിച്ച ആരും ഒന്നാണ്, എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഇവിടെ വലിയ കട്ടറായില്ലോ. ഈ ബസ്സിനെ നമ്മളെ കവർ ചെയ്ത് പോയില്ലെങ്കിൽ ലേറ്റ് ആവട്ടെ. ഇത് ഈ ഒരുമാതിരി അവർക്ക് ചില ബസ്സുകാര് അവർക്ക് എന്താ പറയാ ഇത് കൊടുത്ത മാതിരിയാ. നമുക്ക് സ്ഥലം തരില്ല എന്നാ അവരൊട്ട് പോകൂല, ഒരാളും അവരെ പുറത്തുനിന്ന്. ചേട്ടാ ഇങ്ങനെ ബ്രേക്ക് ഇടല്ലേ, നമുക്ക് ബ്രേക്ക് ഇല്ലാത്ത വണ്ടി വരുന്നു. മാറിപ്പോടി, ഇയാള് എന്താ കാണിക്കണേ? നമ്മളെ ക്യാമറ കണ്ടിട്ട് അത് സ്മൈല് വരുന്നു. ഇത് ക്യാമറയിൽ കിട്ടിയടാ വേണ്ട. അയ്യോ JCB. പിന്നെ നമ്മളവിടുത്തെ സ്ട്രിക്റ്റ് ആക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചാൽ പിന്നെ അത് ഓഫ് ചെയ്യില്ല. നമ്മുടെ ആവശ്യക്കാര് ഇപ്പോ ആണെങ്കിൽ അത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളാ തിരിയുടെ സ്ഥലം കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക. സിഗ്നല് ഇതൊക്കെ നമ്മുടെ അവിടെ കമ്പൽസറി ആക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. പൊതുവെ ഇതൊന്നും കമ്പൽസറി അല്ല, അതൊക്കെ എല്ലാം ഒരു പൊളിറ്റിക്സ് ആണ്. ആർക്കും ഒന്നും ചോദിക്കാനും പറയാനും പറ്റില്ല, അങ്ങനത്തെ രീതിയിലാണ്. നമുക്ക് എന്തായാലും പോവാം ഇവിടുന്ന്. ഇതിപ്പോ ഞാൻ തിരിഞ്ഞതേ ഇല്ല, നമ്മള് നേരെ ഓപ്പോസിറ്റ് പോവാണെങ്കിൽ വടക്കാഞ്ചേരിക്കാണ്. വടക്കാഞ്ചേരി തിരുവില്ലാമല, ഇത് നേരെ പോയിട്ട് തൃശ്ശൂർക്കാണ് കേട്ടോ. ഐ തിങ്ക് ഇപ്പൊ മഴ പെയ്യും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ നേരെ കയറി ചെന്നത് അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത്താണി സെൻട്രലാണ്. ഇവിടെ നമ്മൾ നേരെ പോയി തൃശ്ശൂരാ. ഇനി ഈ റൂട്ടില് വണ്ടി ഓടിക്കുന്ന സമയത്ത് 4 കണ്ണ് വണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ നിന്നൊക്കെ വണ്ടി വരികയെന്ന് പറയാൻ പറ്റില്ല. ഓരോ വണ്ടിക്കാര് ഡെയിലി ചോദിക്കുന്നൊക്കെ എന്താ പറയാ, ഒന്നും പറയാൻ പറ്റില്ല. കണ്ട ഈ സൈഡിൽ നിന്നൊക്കെ വണ്ടി കയറി വരും. കണ്ട നോക്കി നിങ്ങൾ, കണ്ട കണ്ട വണ്ടികൾ വരുന്ന ചാറ്റൊക്കെ കണ്ട മഞ്ഞ കോവട്ടൊക്കെ. ഞാൻ പറയുകയാണെങ്കിൽ ഇമാതിരി വണ്ടികളൊക്കെ ഉണ്ടല്ലോ വേറെ റൂട്ടിൽ ഒരുക്കി. ഇതൊന്നല്ല കേട്ടോ, ചിലപ്പോ എന്താ കാണാം, ചില ദിവസം കാണാറുണ്ട് വലിയ ബസ്സുകാരൊക്കെ വരുന്നത് നമ്മുടെ ഈ ട്രാക്കിൽ കൂടെ. എന്നിട്ട് നമ്മൾ മാറിക്കൊടുക്കണം, അല്ലെ നമ്മുടെ ബൈക്ക് വന്ന് കയറും.
മഴ പെയ്യാണെങ്കിൽ സീനാട്ടാ. നമ്മുടെ ക്യാമറയ്ക്ക് നമ്മൾ കവറോ കേസോ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. അതുപോലെ മൈക്ക് ഷോ എന്റെ മൊബൈല് ചേട്ടാ അച്ഛൻ്റെ നല്ല രീതിയിൽ ലേറ്റ് ആയത്. ശരിക്കും മഴ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്പീഡിലെങ്കിലും എടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒന്നും ഇത്ര സ്പീഡിലൊന്നും എടുക്കാൻ കഴിയില്ല. കാരണം വണ്ടി ഒന്നും ചവിട്ടാൻ കിട്ടില്ല, പിന്നെ കണ്ണും കാണില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇത് കാണുന്നവരെ കറണ്ട് പോയില്ല. എന്റെ അവിടെ 3 ദിവസം കറണ്ട് പോയിട്ട് മിനിഞ്ഞാന്ന് തോന്നുള്ളൂ. അപ്പൊ ഇന്നലെയും പോയി. നമുക്ക് ഈ കറണ്ടൊക്കെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. മൊബൈലൊക്കെ ചാർജ് എങ്ങനെയെങ്കിലൊക്കെ പവർ ബാങ്ക് ഒക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യാം. പക്ഷെ വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് വെള്ളത്തിന് മോട്ടർ അടിക്കണം. അതുപോലെ ഇൻവേർട്ടറിലൊന്നും കുറെ ദിവസമൊന്നും നിൽക്കില്ല. ഒരു ദിവസം ചാർജ് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് അത് പറയാ യൂസിലാണ്. ഒരു എന്താ പറയാ ലൈറ്റ് പോലും അധികം സമയം ഇട്ടില്ല. കാരണം അത്യാവശ്യം ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിനി തുടരെ കുറെ ട്രാവലിംഗ് വീഡിയോസ് എന്തായാലും ചെയ്യുന്നതായിട്ടില്ല. അപ്പൊ നിങ്ങള് എന്താ പറയാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഏത് രീതിക്കുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല്. എന്നെ പേടിപ്പിക്കുന്ന ഓട്ടോറിക്ഷക്കാര് ഓട്ടക്കാര് വേറെ ഒന്നല്ല, നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. പാഞ്ഞു വരുന്നുണ്ടോ ഓരോന്ന്. അത് നമ്മൾ ഓവർടേക്കിന് കണ്ടിട്ടല്ല, ക്യാമറ ഉണ്ടല്ലോ. അപ്പൊ ചിലവര് എന്താ പറയാ നമുക്ക് പോവാൻ സ്ഥലം ഓവർടേക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടെങ്കിലും തരില്ല. പോവണ്ട എന്ന രീതിയിലൊക്കെ പറയണം. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാടാ. നമ്മളിപ്പോ ഇത് ഷോപ്പിൽ പോകുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി ഹൈബറായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നല്ല സോഫ്റ്റിലെ പോകുള്ളൂ. കാരണം വലിയ ധൃതിയൊന്നും നിൽക്കുന്നില്ല. അത്യാവശ്യക്കാരാണ് നമ്മളിപ്പോ ഒഴിഞ്ഞു മാറുന്നത്. കാരണം എല്ലാരും മസാല പിടിച്ച് നിൽക്കുകയാണെങ്കിൽ തല്ലൂടാൻ ആ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നമ്മൾ എത്തിയേക്കുന്നത് തിരൂർക്കാണ് കേട്ടോ. ഓരോരുത്തർ പിന്നെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവര് ഭയങ്കര സ്ലോ ആക്കും. ബാക്കിത്തെ വണ്ടിയൊന്നും നോക്കില്ല. അവര് പറഞ്ഞു പോയാൽ പിന്നെ വണ്ടി ബാക്കിത്തെ നമുക്കാണെങ്കില് എനിക്കല്ല ആരും വണ്ടി വിളിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതുവരെ മഴ ഇല്ലാത്തത് എന്ത് ഭാഗ്യമാണ്.
ഇതിപ്പോ നമ്മൾ എത്തിയേക്കുന്നേ കോലഴി എന്ന് പറയൂല, കോലഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിപ്പോ നമ്മൾ തൃശ്ശൂർക്കൊക്കെ എത്രയും പെട്ടെന്ന് എത്തിയിരുന്നു കേട്ടോ. പക്ഷെ ഈ സ്ഥലം എത്തിയതിനാ ഞാൻ മുടിഞ്ഞ ബ്ലോക്കാ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഭാഗത്താടാ ചിന്മയാന്നൊക്കെ പറഞ്ഞ കോളേജ് ഉണ്ട്, ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഇൻവേർട്ടർ വെച്ചിട്ട് ഓഫ് ചെയ്യാണ്ട്. നമ്മള് വാ, എത്ര മണി? പിന്നെ ഈ ബസ്സുകാര് കണ്ട, നമുക്കൊരു സൈഡ് ഇട്ട് നമ്മൾ പോവും, പക്ഷെ ഇവര് നോക്കിയ റോഡിന്റെ നേരെ ഇപ്പുറത്തേക്കാ പോകും. ഇവരിപ്പോ നോക്കിക്കോട്ടെ, ഇവിടെ കൊണ്ടുപോയി ചവിട്ടാനായിരിക്കാം നിൽക്കല്. എന്നിട്ട് അവര് അവിടെ നിൽക്കുമ്പോ നമുക്കും പോകാൻ പറ്റില്ല. ഒന്ന് എന്തോ കാര്യത്തിന് ശരി നിർത്തിയിട്ടില്ല, അവിടെ ആരും സ്റ്റോപ്പിൽ ഇറങ്ങണ്ടാവില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കാം. നല്ലൊരു കട്ടുള്ള ചാടിയില്ല. നമ്മുടെ ബൈക്ക് കണ്ടീഷൻ കൊണ്ട് ഒരു പ്രശ്നമില്ല. ചെറിയ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ അത് ഉള്ളിൽ ചാടി കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പറക്കും. ഇതിപ്പോ നമ്മളത് ഈ ഒരു സൈഡിലേക്കാണ് എത്തിയേക്കുന്നത് കേട്ടോ. വണ്ടി സൈഡ് തരുന്നില്ലല്ലോ. റൈറ്റ്സ് എടുത്ത വഴി കണ്ട, ആ വഴി ഈ എന്താ പറയാ മുണ്ടൂര് എന്നൊക്കെ പറയൂട്ടാ, ആ സ്ഥലത്ത് നിന്ന് വരുന്നവരാണ്.
ഇതിപ്പോ പെരിങ്ങാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പെരിങ്ങാവ്. ഓ ഇതെന്താ വെയില്? നമ്മള് ക്യാമറ എടുത്തോണ്ടാണോ ഭയങ്കര വെയില്? കാരണം ഷോപ്പിങ്ങിലേക്കായ മഴ എന്നുള്ള കാരണം പറയും, വെയിലായി കഴിഞ്ഞാൽ പണിയാ. ഇതിപ്പോ നമ്മൾ അശ്വനി ജംഗ്ഷന്റെ അവിടെ എത്തിയേക്കാണ് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളം, റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമ്മുടെ കോഴിക്കോട്, ലെഫ്റ്റ് സൈഡ് പാലക്കാട്. ഇതൊരു റൗണ്ട് അബൌട്ടാണ് കേട്ടോ. ഇവിടുന്ന് നേരെയാണ് നമ്മള് എവിടേക്ക്, വടക്കേ, ഓക്കെ, നമ്മൾ വടക്കേ സ്റ്റാൻഡിന്റെ അവിടേക്കാണ് കേട്ടോ. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു വരിക നമുക്ക്. പിന്നെ തൃശ്ശൂര് ടൗണിൽ വണ്ടി ഓടിച്ചവരാണെങ്കിൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഓടിക്കുന്ന കേട്ടാ. വേറെ ഒന്നല്ല ഇവിടുത്തെ ബ്ലോക്ക്. ഇതൊന്നല്ല ബ്ലോക്ക്, ഇതിപ്പോ ബ്ലോക്ക് ഇല്ല അങ്ങനെ പറയാം. നമുക്ക് നമ്മുടെ വണ്ടി ഈ സൈഡിൽ കൂടെ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതിന്റെ ക്രാഷ് കാർഡ് കുറച്ച് വലുപ്പത്തിലാണ്. നമ്മുടെ വണ്ടി കിടക്കും, അപ്പൊ ക്രാഷ് കാർഡ് കിടക്കില്ല. അപ്പൊ സീനാണ്. നിങ്ങള് ഒരു സൈഡൊന്നും നിൽക്കുക. നമ്മള് ഹോൺ അടിച്ചില്ലെങ്കിൽ അവരുണ്ടെങ്കിൽ നമ്മൾ ഇടിക്കും, ഇത് നമുക്ക് കുറ്റിയാവും. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാല് നമുക്ക് റൗണ്ടിൽ കറക്കാനുള്ള ഒരു എളുപ്പവഴിയാണ്. നമ്മൾ ഈ റൗണ്ടിൽ ഈ സൈഡിലേക്ക് എത്തി. വണ്ടികളൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാം. ഇവിടുന്ന് ലെഫ്റ്റ് ഇടാം. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ സെന്റ് തോമസ് സ്കൂളിന്റെ വഴിയാണ്. നല്ല വെയിലാടാ. ഈ ഭാഗത്തൊക്കെ മുടിഞ്ഞ ബ്ലോക്കാടാ. അപ്പൊ നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡ് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത്. ഇവിടെ ഇങ്ങനെ എടുത്തില്ലെങ്കിൽ നമുക്ക് കുറെ നേരം പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട്. നമ്മൾ തൃശ്ശൂർക്ക് വരാനുള്ള ഒരു ഒരു ഷോർട്ട് കട്ടാണ്. നല്ല റോഡാണ് കേട്ടോ. വഴി അറിയാത്തവരൊക്കെ എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ
യൂസ്ഫുൾ ആയി ചെയ്യില്ല, നിങ്ങൾ എന്തായാലും കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് എത്രത്തോളം ഭയങ്കര. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇതുപോലെ അടിപൊളി വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും.